നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വൈജയന്തി ശിവശങ്കരനോട് ചോദിച്ചു, എന്താ ശിവേട്ടൻ കാര്യങ്ങളൊക്കെ പറ. ഇത് കേട്ടപ്പോ ശിവശങ്കരൻ പറഞ്ഞു, എന്ത് പറയാനാ, ഇനി ഇപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലെന്ന് ചോദിക്കുക. അല്ല, അലീനയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് എന്താവാനാ വൈജയ്, അതിനൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ബാലേന്ദ്രൻ എല്ലാരും ചതിക്കുമായിരുന്നു. അല്ല, അതെങ്ങനെ ശരിയാവും? ബാലേന്ദ്രനും മനുവും കൂടെ അല്ലേ അലീനയെ പോയി കൂട്ടിക്കൊണ്ടുവന്നേ. ഇതേ വൈജയ്, അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ. അച്ഛനെ കാണാനായിട്ട് ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടല്ലേ ബാലേന്ദ്രനും മനു കഴക്കൂട്ടത്തുള്ള ആ വീട്ടിൽ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നേ. അതിൽ തന്നെ ഒരു ചതിയുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. ബാലേന്ദ്രന് അതിനു മുമ്പ് തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവളെ ബാലേന്ദ്രൻ നന്നായിട്ട് അറിയാം. എന്തൊക്കെയാ ശിവേട്ടെ പറയണേ? അവളെ അറിയാന്നോ? അതെങ്ങനെ ശരിയാവും? വൈജയ്, അതിന് ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം? എന്ത് കാരണം? ഇത് കേട്ടപ്പോൾ കമല വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ഉള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാലേന്ദ്രന്റെ മകളാണ് അലീന. പെട്ടെന്ന് ഇരുന്നിടത്തുനിന്ന് വൈജി അങ്ങ് ചാടി എഴുന്നേറ്റു. എന്താ കമലെടുത്തി പറഞ്ഞേ? അതെ, ബാലേന്ദ്രന്റെ മകളാണ് അലീന. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, കൊല്ലത്ത് തങ്കശ്ശേരിയിലുള്ള ഒരു ആംഗ്ലോ എന്നൊരു യുവതിയുമായിട്ട് അവൻ പ്രണയത്തിലായിരുന്നു, അബുദാബി വെച്ച. അങ്ങനെ അവള് പ്രഗ്നന്റ് ആയതാ. സത്യമാണ് പറയണേ, ഞങ്ങളെന്തിനാ കള്ളത്തരം പറയണേ? അവൻ തന്നെ പറഞ്ഞ കാര്യമാ. എന്നിട്ടോ അവളിപ്പോ എന്തിയെ? അവള് ജീവിച്ചിരിപ്പുണ്ടോ? അവള് മരിച്ചുപോയി. മരിച്ചതിന് ശേഷമാണ് ബാലേന്ദ്രൻ പോയി കൂട്ടിക്കൊണ്ടു വന്നേന്ന്. ഓഹോ, ചതിക്കുമായിരുന്നല്ലേ? ചതിയൻ അയാളല്ലേ? ചതിയൻ തന്നെ അയാള് എന്നൊക്കെ കമല പറഞ്ഞു. എന്നാലും നിനക്കിങ്ങനൊരു ഗതി വന്നല്ലോ എൻ്റെ വൈജയ്. കാരണം എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കമല. ഇത് കേട്ടിപ്പോ വൈജയന്തി പറഞ്ഞു, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ട് പിന്നെ വൈജയന്തി ഇല്ലെന്ന് തന്നെ കൂട്ടിയാൽ മതി. എനിക്കറിയാം എൻ്റെ വൈജയ്, ഇതിനേക്കാളും ഭേദം നീ വല്ല ചാകുന്ന ഇങ്ങനെ നാണക്കേട് സഹിച്ച് ജീവിക്കുന്നേക്കാളും ഭേദം. എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കമലെടുത്ത് ഇപ്പം. അപ്പോഴേക്കും രൂക്ഷമായിട്ട് ശിവശങ്കരൻ കമലയെ നോക്കണം. അല്ല ശിവേട്ടൻ, ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഒന്ന് അവസ്ഥയൊന്ന് ഓർത്തു വയ്ക്കുക എന്താന്ന്. വൈജയ് പറഞ്ഞു, എല്ലാത്തിനെയും ഞാൻ തീർക്കും, എല്ലാത്തിനെയും കൊന്നു കളയുമെന്ന് പറയണം. ശിവശങ്കരൻ പറഞ്ഞു, വൈജയ്, കൊല്ലലോ പിടിക്കലോ ഒന്നിനും ഒരു പരിഹാരമില്ല, നിനക്കറിയാലോ. അതിനുശേഷം ഉണ്ടാകുന്ന കേസും കൂട്ടങ്ങളും. നീ നിന്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കണം, അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. എല്ലാം ഓർത്തിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കല്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാലും ശിവേട്ട, നീ വിഷമിക്കാതിരിക്കുക, എന്തേലും പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ശിവശങ്കരെ സമാധാനിപ്പിക്കുകയാണ് വൈജയെ. പിന്നീട് വൈജ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് വൈജ പറഞ്ഞു, ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാലും ആ ചതിയന്റെ കൂടെ നീ ഇനി എങ്ങനെ ജീവിക്കും മോളെ? പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അമ്മേ. എന്നാലും അവള് ഇങ്ങനെ ഒരുത്തിയാന്ന് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. ബാലേന്ദ്രന്റെ മകളാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. സഹിക്കണമല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം മോളെ. നീ കടുങ്കയൊന്നും ചെയ്യരുത്, എനിക്കറിയാമേ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് ചെന്ന് ശിവശങ്കരനോടും കമലയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, വൈജയ്, അറിയാലോ, നീ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത്. ഇല്ല ശിവേട്ട, ഇനിയിപ്പോൾ എനിക്കും മോളിലും താഴെയൊന്നും നോക്കാനൊന്നുമില്ല. എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയല്ല വൈജയ്, നിനക്കറിയാലോ, നീ എടുത്തിയാടി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ശിവശങ്കരോടും കമലയോടും പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങണം. അങ്ങനെ വൈജയുടെ കാർ അങ്ങോട്ട് ഗേറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് മണിശങ്കർ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് കയറി വരുവാണ്. വൈജയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൻറ്റീന്നും പറഞ്ഞ് വിളിക്കുവാണ്. പക്ഷെ വൈജ അതൊന്നും മൈൻഡ് ചെയ്തില്ല. വൈജ അങ്ങോട്ട് പെട്ടെന്ന് കാർ ഓടിച്ചു പോയി. മനു ഇങ്ങനെ അന്താളിപ്പോട് കൂടിയിട്ട് വൈജയെ നോക്കുവാണ്. പിന്നീട് വൈജ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വൈജയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. ശിവേട്ടൻ വൈജയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈജയുടെ മനസ്സിലുണ്ടായിരുന്നേ. ബാലേന്ദ്രനും താൻ നമ്മൾ വിവാഹത്തിന് മുമ്പ് അയാൾക്കൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർ ജനിച്ച കുട്ടിയാണ് അലീന എന്നുള്ള അത് ഇങ്ങനെ മനസ്സിൽ കൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വൈജയന്തി അവിടെ നിന്ന് പൊട്ടിക്കരയണം. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വൈജയന്തി വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ബബിത എന്ന് കഥ തുറന്നു. അമ്മ ഇത് എവിടെ ആയിരുന്നു? എത്ര സമയമായി അമ്മ കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് പോന്നിട്ട്? അമ്മ എന്നിട്ട് ഇത് എവിടെ പോയി? അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിന്റെ അച്ഛനുണ്ടോ അവിടെ? അച്ഛൻ പുറത്തേക്ക് കൊണ്ട് പോയേക്കുക. അവളും കൂടെ പോയോ? ഇല്ല, അവൾ അവിടെ ഉണ്ട്, അടുക്കളയിലുണ്ടെന്ന് പറയണം. എന്താമ്മേ?
ഒന്നും മിണ്ടിയില്ല വൈജയന്തി. നേരെ അടുക്കളയിലേക്ക് എല്ലുവേണം. ആ സമയത്ത് അലീന അടുക്കളയിലുണ്ടായിരുന്നു. അടുക്കള ചെന്നിട്ട് വൈജയന്തി പറഞ്ഞു, അപ്പം നീയും നിന്റെ അച്ഛനും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് നാടാൻ കളിക്കുമായിരുന്നു അല്ലേടി എന്ന് ചോദിക്കുക. എന്താ മാഡം എന്താ അങ്ങനെ പറയണേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ? നീ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എന്താ പറഞ്ഞേ? ഞാൻ ഓർഫനേജിൽ വളർന്നവളാണ്, എനിക്ക് അച്ഛനാരാ അമ്മ ആരെന്നൊന്നും അറിയത്തില്ലെന്ന്. എന്നിട്ട് ഇപ്പോഴെങ്ങനെയാണ് നിനക്കൊരു അച്ഛനുണ്ടായത്? ബാലേന്ദ്രൻ നിന്റെ അച്ഛനാന്നുള്ള കാര്യം നിനക്ക് മുമ്പേ അറിയായിരുന്നോ? മാഡം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. വെറുതെ കള്ളത്തരം പറയരുത്. അതെങ്ങനെ എനിക്കറിയാവുന്നേ? ഓർഫനേജ് വളരുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ അച്ഛനാരാ അമ്മയൊന്നും അറിയത്തില്ല. ഒരു വീട്ടിൽ ജനിച്ച് വളർന്നാലേ അറിയത്തുള്ളൂ ഇതെൻ്റെ അച്ഛനും അമ്മയെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അച്ഛനാരാ അമ്മയാരെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാണ്ട് സാധിക്കുള്ളൂ. നിർത്തടി നിന്റെ അതേ പ്രസംഗം. നീ ഇതിനു മുമ്പ് ബാലേന്ദ്രനെ കണ്ടിട്ടില്ലേന്ന് ചോദിക്കാം. കണ്ടു ഒരു വട്ടം, സ്നേഹനികേതനത്തിന് എന്നെ കൂട്ടാൻ വന്നപ്പം. വേണ്ട, വെറുതെ കള്ളത്തിലൊന്നും പറയണ്ട. അതിനു മുമ്പ് നീ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് അറിയാടി. വന്നതിന് ശേഷം ഇവിടെ അധികാരം സ്ഥാപിക്കുന്ന പോലെയായിരുന്നു. എൻ്റെ കുടുംബമാണ്, എൻ്റെ അനുജനും അനുജത്തിയൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ചതൊക്കെ ഇപ്പോഴല്ല അതിൻ്റെ കാര്യം മനസ്സിലാകുന്നേ. എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ അങ്ങനെ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളൊന്നും നിനക്ക് ഞാൻ വിട്ടു തരത്തില്ലടി. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സ്വത്തുക്കളൊക്കെ ആർക്ക് വേണം മാഡം? സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട, ആരും അനുഭവിക്കുന്നതും വേണ്ട. ഞാനിവിടെ ജീവിക്കുന്നതിനെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. എൻ്റെ അച്ഛനോട് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു പണിയും ചെയ്യണ്ട, ഇവിടെ നിന്ന് കഴിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ജോലിയും ചെയ്യേണ്ടെന്ന്. പക്ഷെ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല മാഡം. ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കണേ. എനിക്ക് അങ്ങനെ ജീവിക്കാനേ ഇഷ്ടം, അല്ലാതെ മറ്റുള്ളവരുടെ ഇതിൽ കൈയിട്ട് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നീ ഈ പറയുന്ന അധിക പ്രസംഗത്തിന് നിന്നോട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി ബാലേന്ദ്രനോട് എനിക്ക് സംസാരിക്കാനുള്ള, നിന്നോടല്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ രണ്ടും ഒരുമിച്ച് എന്താണല്ലോ ഈ വീട്ടിൽ ജീവിക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് വൈജി അങ്ങോട്ടേക്ക് പോയി. എനിക്ക് ഭയങ്കര വിഷമായി. പാവ അച്ഛൻ തൻ്റെ പേരിലാണ് ഈ കുറ്റങ്ങളൊക്കെ ആയിട്ട് തലയെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അച്ഛനെ വെറുതെ വിടത്തില്ല അമ്മയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അങ്ങോട്ട് വരുവാണ്. ബാലേന്ദ്രൻ വന്നപ്പോൾ അലീനെ ഒന്ന് കഥ തുറന്നു കൊടുത്തു. ബാലേന്ദ്രൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. വൈജയന്തി അങ്ങോട്ട് വന്നു. വൈജയന്തി മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ബാലേന്ദ്രൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പം അലീന അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ആ സമയം വൈജയന്തിക്ക് കട്ടക്കലിപ്പായി. വൈജയന്തി ഇങ്ങനെ അലീന ബാലേന്ദ്രൻ മുറിയിലേക്ക് പോകുന്ന നോക്കി നിൽക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലീന എന്ന് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എന്താ മോളെ? അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കതല്ലേ ഉള്ളൂ മോളെ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ അത്ര നല്ല ടെൻഷനുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം അച്ഛാ. എന്നാലും അതെ, വൈജി എപ്പോഴാണ് വന്നേ? അച്ഛൻ പോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ വന്നെന്ന് പറഞ്ഞു. അല്ല, അവളെന്തെങ്കിലും ചോദിക്കുകയോ പറയാൻ പറ്റോ ചെയ്തോ? ചോദിച്ചു. കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ശരിക്കും എന്തിനാ അച്ഛാ ആ പാവത്തിന് ഇങ്ങനെ വട്ട് തെട്ടിക്കേണ്ട കാര്യമുണ്ടോ? എന്താ പാവന്നോ? അവളോ? അവൾ ഒരിക്കലും പാവമല്ല മോളെ. ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് അവൾ ഇതുവരെ ആയിട്ടും അറിഞ്ഞിട്ടില്ല. എനിക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം വേദന എന്താന്നുള്ളത്. എൻ്റെ മനസ്സിനെ അവൾ ചവിട്ടി മെതിക്കുമായിരുന്നല്ലോ. എന്നിട്ട് അവളാണോ പാവം? എനിക്ക് നഷ്ടപ്പെട്ടത് നീണ്ട 22 വർഷക്കാലം അറിയാലോ. എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നതിന് ശേഷം അവൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവൾ ചെയ്ത തെറ്റെന്താന്ന്. അതെല്ലാം മറച്ചു വെച്ചിട്ട് അവൾ ജീവിക്കുമായിരുന്നു. എന്നിട്ടോ എന്നെ ഇല്ലാതാക്കി. ശരിക്കും പറഞ്ഞാൽ അവൾ ആ കല്യാണം കഴിച്ച ഇത്രയും കാലം സത്യങ്ങളൊന്നും അറിയത്തില്ലാതെ ജീവിച്ചവനാ ഞാൻ. എന്നിട്ട് പോലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൾക്ക് അഹങ്കാരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് അവളെന്നെ പൂവിട്ട് പൂജിക്കേണ്ട. എന്നിട്ട് അവൾ ചെയ്തെന്താ? എനിക്കത് പെട്ടെന്ന് അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ല. ഇനി അവൾ ശരിക്കും അനുഭവിക്കാൻ പോകുന്നുള്ളെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു ഞെട്ടലോടുകൂടി ബാലേന്ദ്രനെ നോക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.